2026 ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് വോട്ടുകൾ കുറയും എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ആ വോട്ടുകൾ അത് എത്രത്തോളം കുറയും, എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ കൃത്യമായി വിശകലനം ചെയ്യുകയാണ് നമ്മളിവിടെ. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഏതാണ്ട് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു അനുമാനത്തിലെത്തുന്നത്. നമുക്കറിയാം ഇനിയും 6 മാസത്തിൽ കൂടുതലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിനകം ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ എങ്കിലും നിലവിലുള്ള സ്ഥിതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, എങ്ങനെയാണ് ബി ജെ പിക്ക് വോട്ട് കുറയാൻ സാധ്യത എന്നുള്ളത് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബി ജെ പിയുടെ ഇലക്ഷൻ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടുകൾ നേടിയത്. അത് ഏതാണ്ട് 30,20,000 വോട്ടുകൾ നേടിയിരുന്നു. അന്ന് 14.93% വോട്ടുകൾ അവർ പിടിച്ചിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 15% വോട്ടുകൾ, അതിൻ്റെ തൊട്ട് താഴെ അവർ പിടിച്ചിരുന്നു. ആ 2016 തെരഞ്ഞെടുപ്പിൽ 38.8% വരുന്ന വോട്ടുകളാണ് യു ഡി എഫിന് കിട്ടിയതെങ്കിൽ 43.48% വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.67% മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ 5% താഴെ മാത്രമായിരുന്നു. പക്ഷെ അത് 2021 വരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യു ഡി എഫിന് വലിയ തകർച്ചയല്ല ഉണ്ടായിട്ടുള്ളത്. യു ഡി എഫിൻ്റെ വോട്ട് പെർസെൻറ്റേജിൽ അവർ വർധനവുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് 39.47%, ഏതാണ്ട് ഒരു 8% വോട്ടുകൾ അവർക്ക് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് 2021. പക്ഷേ അതേസമയം തന്നെ എൽ ഡി എഫിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 45.43%, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏതാണ്ട് 2%-ലധികം വോട്ടുകൾ അവർക്ക് 2%-ഓളം വോട്ടുകൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എൽ ഡി എഫിന്. അങ്ങനെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 91 സീറ്റുകൾ കിട്ടിയിട്ടുള്ള എൽ ഡി എഫ് 99 സീറ്റിലേക്കുള്ള നമ്മൾ പുറമേ കാണുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയത്. അതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ അതായത് 2016 ബി ജെ പി കിട്ടിയിട്ടുള്ള 15%-ഓളം വോട്ടിൽ നിന്ന് അവരുടെ വോട്ടുകൾ ഏതാണ്ട് ഒരു 2.5% കുറഞ്ഞ് 12.48% വോട്ടുകളായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ കൃത്യമായ കണക്കുകളിലേക്ക് വന്നാൽ 2016 30,20,000 വോട്ടുകളാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടുകളാണ് ബി ജെ പിക്ക് എൻ ഡി എക്കും കിട്ടിയതെങ്കിൽ തൊട്ടടുത്ത വർഷം കിട്ടുന്നത് 2021 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് വെറും 26 ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 4,19,000 വരുന്ന വോട്ടുകളുടെ വലിയ കുറവ് അവിടെ ബി ജെ പിക്ക് ഉണ്ടാവുകയും ആ വോട്ടുകളിൽ 1% ഏതാണ്ട് കോൺഗ്രസിലേക്കും ബാക്കിയുള്ള വലിയ വിഭാഗം സി പി എമ്മിലേക്കും പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസം, വലിയ തോതിലുള്ള വ്യത്യാസം, അതായത് 1% വോട്ട് യു ഡി എഫിന് കൂടിയിട്ടും അതിനെ മറികടന്നുകൊണ്ട് 2%-ലധികം വോട്ടുകൾ എൽ ഡി എഫിന് കൂടിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തേനേക്കാൾ 9 സീറ്റുകളുടെ വലിയ വർധനവ് ബി ജെ പി പറയുന്ന സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ, കഴിഞ്ഞ 25 കൊല്ലത്തെ 2001 മുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് സി പി എമ്മിനും എൽ ഡി എഫിനും കിട്ടിയത് 2016 എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ 2016 ഏറ്റവും കുറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയിട്ട് പോലും എൽ ഡി എഫ് എന്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്ക് 15% വോട്ടുകളും 30,20,000 വോട്ടുകളും അവർക്ക് 2016 മേടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ വർദ്ധിച്ചാൽ പോലും അത് ഒരുപക്ഷെ വേണമെങ്കിൽ എൽ ഡി എഫിന് ഗുണകരമായേക്കാം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇനി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാലും അതിലെ സിംഹഭാഗവും സി പി എമ്മിലേക്ക് വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയും നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാം എന്നുള്ളതാണ്. ഇനി ഈ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് 2024 സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 2024 38 ലക്ഷത്തോളം വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത്. അതായത് അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ വോട്ടുകൾ 19.24% വോട്ടുകൾ കിട്ടി. ഇതിനേക്കാൾ മുമ്പ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് 2019 അന്ന് 31,71,000 വോട്ടുകളാണ് ലോക്സഭയിലേക്ക് കിട്ടിയത്. അതായത് 2021 പക്ഷേ 2019 കിട്ടിയ വോട്ടുകളുടെ അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും 2021 വരുമ്പോൾ ആ 31 ലക്ഷം വോട്ടുകൾ 31,71,000 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ 32 ലക്ഷം എന്ന് എടുക്കാം. 32 ലക്ഷം വോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് 6 ലക്ഷം വോട്ടുകളുടെ കുറവ് 2021 വരുമ്പോൾ നിയമസഭയിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല. 2019 കിട്ടിയ വോട്ടുകളിൽ നിന്ന് 6 ലക്ഷത്തോളം വോട്ടുകൾ കുറവാണ് 2021 കിട്ടിയത്. ഈ 2024 എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 38 ലക്ഷത്തോളം വോട്ടുകളാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം,
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കോ NDAക്കോ കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ ഒരു കാരണവശാലും BJPക്ക് കഴിയില്ല. കാരണം ഇവിടെ ജയസാധ്യതകളില്ലാത്തതുകൊണ്ട് കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 3% വോട്ടുകളുടെ വലിയ വർധനമുണ്ടായിട്ടുള്ളത് തൃശ്ശൂരാണ്. അതൊരു കാരണവശാലും BJPക്ക് നിലനിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജിൻ്റെ വലിയ വർധനമുണ്ടായത് ആലപ്പുഴയിലും അതുപോലെ ആറ്റിങ്ങലിലെയും 2 സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിച്ചുകൊണ്ടാണ്. അത് BJPയിൽ നിന്നുള്ള ഈഴവ കാൻഡിഡേറ്റുകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും അതുപോലെ V മുരളീധരനും മത്സരിച്ചതുകൊണ്ട് അവിടെ BJPയിലേക്ക് ഒരു സ്വിംഗ് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും ഒക്കെ ചേർന്ന് കൈപിടിച്ച് കോർത്തുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള നേതാവാണെങ്കിൽ മാത്രമേ ഗംഭീരമായിട്ട് വിജയിക്കാൻ കഴിയൂ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനൊക്കെ കൃത്യമായിട്ട് അറിയാം ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലേക്കും ഈഴവ വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരാൾ പിണറായി വിജയനാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഈ 38 ലക്ഷം വോട്ടിൽ ഞാൻ വിചാരിക്കുന്ന ഒരു 10-12 ലക്ഷം വോട്ട്, കഴിഞ്ഞ തവണ 2019 ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ 6 ലക്ഷം വോട്ടാണ് 2021 നഷ്ടപ്പെട്ടതെങ്കിൽ ഇത് അതിനേക്കാൾ വലിയൊരു 12 ലക്ഷം വോട്ടെങ്കിലും BJPക്ക് ഒരുപക്ഷെ കുറഞ്ഞേക്കാം എന്നുള്ളതാണ്. ഇനി ഒരു 12 ലക്ഷം കുറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് വലിയ തോതിലുള്ള കുറവുകൾ ലോക്സഭയിൽ കിട്ടിയ പോലുള്ള വോട്ട് BJPക്ക് നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കഴിയാതിരുന്നാൽ അതിൻ്റെ മഹാഭൂരിപക്ഷം വോട്ടുകളും കൃത്യമായിട്ട് ഈ പറയുന്ന CPMലേക്കും അതുപോലെ തന്നെ LDFിലേക്കും പോകാനാണ് നിലവിലുള്ള സാധ്യത. പക്ഷേ നമുക്കൊരു മറ്റൊരു സാധ്യതകൾ കൂടിയുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ വിഷയവും അതുപോലെ അയ്യപ്പൻ്റെ ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥകളുമൊക്കെ ആയിട്ട് UDF മുന്നേറുമ്പോൾ ആ സ്ട്രാറ്റജികൾ എത്രത്തോളം കൃത്യമായി നടപ്പിലാക്കുന്നു, വിജയിക്കുന്നു, ഈ ഈഴവ വോട്ട് ബാങ്കുകളെ കൂടെ പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ വലിയ തോതിലുള്ള സ്വാധീനം ഉയർത്തിക്കാട്ടി LDFിൻ്റെ ഭാഗത്ത് പ്രചാരണമുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉയർത്തിക്കാട്ടി പ്രചരണമുണ്ടാകും, SDPI ഉയർത്തിക്കാട്ടി പ്രചരണമുണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി വൻതോതിലുള്ള പ്രചരണം കൂടി കൊഴുക്കുമ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് സ്വിങ് ചെയ്യും. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ശരി, കോൺഗ്രസിന് വോട്ട് ചെയ്യലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BJPക്ക് വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കും. BJPക്ക് എന്തായാലും വോട്ട് ചെയ്തിട്ട് കോൺഗ്രസിന് തോൽപ്പിക്കാൻ കഴിയില്ല, UDFിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു ലെവലിലേക്ക് ജനത്തിൻ്റെ ചിന്താഗതികൾ എത്തിക്കാൻ CPM കണഞ്ഞ് പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. LDFും പരിശ്രമിക്കും. അതെല്ലാം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ആ സ്ട്രാറ്റജികളിൽ ആര് വിജയിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം, 2019 അതുപോലെ തന്നെ 2016 തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കൃത്യമായ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഹിന്ദു, ഈഴവ, നായർ വോട്ട് ബാങ്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ എത്തി നിൽക്കുന്നു എന്നാണ്. ആ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഈ പറയുന്ന BJPയോട് അനുഭാവമുള്ള ആളുകൾ, ആ ആളുകൾ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് UDFിനേക്കാൾ കൂടുതൽ LDFിനാണ്. അങ്ങനെ LDFിന് സാധ്യതകളുണ്ടെങ്കിൽ ആ LDF തീർച്ചയായിട്ടും ഒരു വലിയ തോതിലുള്ള ഒരു കമ്മ്യൂണൽ ഇക്വേഷൻസിൻ്റെയൊക്കെ ഭാഗമായി വീണ്ടും ഒരുപക്ഷെ LDF തന്നെ അധികാരത്തിൽ വന്നാലും നമ്മൾ അതിശയിക്കാനില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ BJPക്ക് തീർച്ചയായിട്ടും വോട്ട് കുറയാൻ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതകളുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. തീർച്ചയായിട്ടും ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ BJP അതിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുകയും കുറേ കൂടി വലിയ ഒരുപക്ഷെ മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ എത്തുന്ന, മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ 2000-ഓളം വരുന്ന വാർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ 2200-ഓളം വരുന്ന വാർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ വാർഡ് മെമ്പേഴ്സിൻ്റെയൊക്കെ ലെവലിലേക്ക് ഇപ്പം തന്നെ ഏതാണ്ട് 1400-ഓളം പേരുള്ള BJP എത്തിച്ചേരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ ലോക്കൽ ബോഡികളിൽ ഉണ്ടാകുന്ന അത്തരം വലിയ നേട്ടങ്ങൾ അത് പലപ്പോഴും അവിടെ ഓരോരോ ലൊക്കാലിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ മികവ് നിലനിർത്താനോ 2026 ആ വോട്ടുകൾ നേടാനോ 2024 നേടിയിട്ടുള്ള 38 ലക്ഷം വോട്ടുകൾ നേടാനോ BJP ഒരുപാട് വിയർക്കേണ്ടി വരും. ഏറെക്കുറെ അത് അസാധ്യവുമാണ്.